പാർക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും അണിനിക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കരുണയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നാം ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായപ്പോൾ അവിടെ തോമാസ് ലീഹ ഉണ്ടായിരുന്നില്ല. 8 ദിവസം കഴിഞ്ഞ് ഈ തോമാസ് ലീഹായ്ക്ക് വേണ്ടി മാത്രം യേശുക്രിസ്തു വീണ്ടും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട സമയത്ത് അവിടെ എൻ്റെ വിലാവിൽ, എൻ്റെ മുറിവിൽ നീ കൈയിടുക, അവിശ്വാസിയാകാതെ വിശ്വാസി ആകുക എന്ന് പറഞ്ഞപ്പോൾ തോമാസ് ലീഹ പറഞ്ഞു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. യേശുവിനെ കർത്താവും ദൈവവുമായി വിശ്വസിച്ച തോമാസ് ലീഹായുടെ യേശു പറയുന്ന വാക്കിതാണ്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യം. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. യേശു കർത്താവാണ്, യേശു ദൈവമാണെന്ന് കാണാതെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഭാഗ്യവാനാണ്, അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശു എൻ്റെ കർത്താവാണ്, യേശു എൻ്റെ ദൈവമാണെന്ന് കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. ഇങ്ങനെ ഒരു അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? യേശു എൻ്റെ കർത്താവാണ്, ദൈവമാണെന്ന് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് യേശുവിനെ കർത്താവും ദൈവമായി ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? യേശു എൻ്റെ കർത്താവാണെന്ന് വിശ്വസിക്കണമെങ്കിൽ യേശു ആരാണെന്ന് തിരിച്ചറിയണം. യേശു ആരാണെന്ന് ചോദിച്ചാൽ, യേശു നമുക്ക് വേണ്ടി സ്വർഗം വിട്ട് എഴുന്നള്ളി വന്ന ഏക സത്യ നിത്യദൈവമാണെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. വീണ്ടും യേശു ആരാണെന്ന് ചോദിച്ചാൽ, യേശു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായ ഏക സത്യദൈവമാണ്. വീണ്ടും യേശു ആരെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ വചനം പറയുന്നു, യേശു നമ്മുടെ രോഗങ്ങളിൽ നിന്ന് സൗഖ്യം നൽകുന്ന രക്ഷകനാണ്, ദൈവമാണ്. വീണ്ടും യേശു ആരെന്ന് ചോദിച്ചാൽ, യേശു പൈശാചികമായ ബന്ധനങ്ങൾ നമ്മെ വിടുവിക്കുന്ന, രക്ഷിക്കുന്ന ദൈവമാണ്. വീണ്ടും യേശു ആരെന്ന് ചോദിച്ചാൽ, യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന സത്യദൈവമാണ്. ഇത് ഇന്ന് പലർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സത്യമാണ്. യേശു ആരെന്ന് ചോദിച്ചാൽ, എൻ്റെ പാപത്തിന് പരിഹാര ബലിയായി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന സത്യദൈവമാണ്. ലോകത്തിൽ അനേകം ദൈവങ്ങൾ അവതരിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് ദൈവങ്ങളെ ആരാധിക്കുന്ന, പൂജിക്കുന്ന ഈ ലോകത്തിൽ യേശുവിൻ്റെ കർത്താവാണ്, യേശുവിൻ്റെ ദൈവമാണെന്ന് വിശ്വസിക്കാൻ കാരണം യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അനേകം ദൈവങ്ങളുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ, മരിച്ച അനേകം വ്യക്തികളുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ സത്യദൈവമാണ്. ഇതാര് വിശ്വസിക്കുന്നോ ആ വ്യക്തി ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ടു, തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും മറ്റ് 12 പ്രത്യക്ഷനായി. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവൻ നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി മരിച്ചു. മാത്രമല്ല, അവൻ മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു. എന്തിനാണ് യേശു മരിച്ചതെന്നും യേശു എന്തിനാണ് ഉയർത്തെഴുന്നേറ്റതെന്നും ഒരു വ്യക്തി അറിഞ്ഞ് അതിൽ വിശ്വസിക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് യേശു ദൈവമായി, കർത്താവായി മാറുന്നത്. അങ്ങനെയാണെങ്കിൽ യേശു ആരെന്ന് ചോദിച്ചാൽ, യേശു എൻ്റെ പാപത്തിന് പരിഹാര ബലിയായി മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന സത്യദൈവമാണ്. ഇത് വിശ്വസിക്കുന്ന വ്യക്തി ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. കാരണം യേശു എൻ്റെ പാപത്തിന് പരിഹാര ബലിയായി മരിച്ചുവെന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, ദൈവം നമ്മെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. അപ്പോൾ യഥാർത്ഥമായ ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്ന് ചോദിച്ചാൽ, പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നമുക്ക് വേണ്ടി മരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. വീണ്ടും യേശുവിനെ കുറിച്ച് കർത്താവിൻ്റെ വചനം എങ്ങനെയാണ് പറയുന്നത്? റോമലേഖനം
5-ാം അധ്യായം 8-ാം വാക്യം, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമുക്ക് വേണ്ടി മരിക്കയാൽ നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. അതായത് കർത്താവായ യേശു ക്രിസ്തു അവൻ ആരാണെന്ന് നാം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കേട്ടതാണ്. സ്വർഗത്തിൽ ദൂതന്മാരുടെ മാലാഖമാരുടെ സ്തുതി എന്ന സിംഹാസനത്തിൽ വസിക്കുന്ന പരിശുദ്ധനായ ദൈവം, സകല സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ ഉടയവനായ സൃഷ്ടാവായ സർവശക്തനായ ദൈവം, സകലത്തിൻ്റെ മേൽ ആധിപത്യമുള്ളവൻ, അവനെക്കുറിച്ച് കർത്താവിന്റെ വചനം പറയുന്നു, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, സമാധാനത്തിൻ്റെ പ്രഭു, നിത്യനായ പിതാവ്. ആ ദൈവം സ്വർഗത്തിൽ കോടാനുകൂടി ദൂതന്മാരുടെ മാലാഖമാരുടെ സ്തുതി എന്ന സിംഹാസനത്തിൽ വസിക്കുന്ന പരിശുദ്ധനായ ദൈവം വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി, മനുഷ്യവേഷം ധരിച്ച് തന്നെത്താൻ താഴ്ത്തി ദാസരൂപമെടുത്ത് ലോകത്തിലേക്ക് എഴുന്നള്ളി വന്നു. എന്തിനാണ് ഈ യേശു സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്നത് എന്ന് ചോദിച്ചാൽ വചനം പറയുന്നു, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമുക്ക് വേണ്ടി മരിക്കാൻ. അതായത് പാപത്തിൻ്റെ ശമ്പളം മരണമായിരിക്കെ പാപിയായ എനിക്ക് വേണ്ടി, എൻ്റെ പാപത്തിന് പരിഹാര ബലിയായി തീരുവാൻ വേണ്ടി യേശു എനിക്ക് പ്രായശ്ചിത്തമായി പാപ പരിഹാര ബലിയായി. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ഈ മരണം എന്ന് പറയുന്നത് സാധാരണ ശാരീരികമായ മരണമല്ല, രണ്ടാമത്തെ മരണമായ തീപ്പൊയ്ക. ഒരു മനുഷ്യൻ മരിക്കും എന്നുള്ളത് അത് നിശ്ചയമാണ്. അതായത് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യന് നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കൽ മരിക്കും. ആ മരണമാണ് ശാരീരികമായ മരണം. എന്നാൽ മരണത്തിന് ശേഷം ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധിയിൽ ഈ ലോകത്തിൽ അവനവൻ ചെയ്ത പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം ദൈവം നൽകും. വെളിപ്പാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. യേശു പറയുകയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു. എന്തിനാണ് യേശു വേഗം വരുന്നത്? വചനം പറയുന്നു, ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. അതായത് ഈ ഭൂമിയിൽ വിശുദ്ധിയിൽ ജീവിച്ച് യേശുവിനെ കർത്താവും ദൈവവുമായ ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിനോടുകൂടെ ഈ ലോകത്തിൽ മരണം വഴി മാറ്റപ്പെട്ടാൽ ആ വ്യക്തിക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന സ്ഥലമാണ് നിത്യമായ സ്വർഗരാജ്യം. എന്നാൽ പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ചാൽ ആ വ്യക്തിക്ക് ദൈവം അനുവദിച്ചിരിക്കുന്ന സ്ഥലമാണ് രണ്ടാമത്തെ മരണമായ തീപ്പൊയ്ക. വെളിപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്കയാണ് രണ്ടാമത്തെ മരണം. അതായത് കത്തുന്ന തീപ്പൊയ്ക, നരകാഗ്നി. ഒരു മനുഷ്യൻ പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ചാൽ ആ മനുഷ്യന് ദൈവം ഒരുക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ദൈവം വിധിച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് രണ്ടാമത്തെ മരണമായ തീ നരകമാണ്. എന്നാൽ ഈ അഗ്നി നരകത്തിൽ നിന്ന് ഒരു മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന് കരുണയായി. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരു മനുഷ്യൻ്റെ മരണത്തിൽ, അതായത് പാപിയായ മനുഷ്യ മരണത്തിൽ ദൈവം ആഗ്രഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? അവൻ തൻ്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എൻ്റെ താല്പര്യമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അതായത് ഒരു മനുഷ്യൻ എത്ര വലിയ നീചനാണെങ്കിലും പാപിയാണെങ്കിലും ദുഷ്ടനാണെങ്കിലും അവൻ്റെ മരണത്തിൽ, അതായത് ഈ മരണം എന്ന് പറയുന്ന രണ്ടാമത്തെ മരണമായ നിത്യ നരകാഗ്നിയിൽ വെന്തെരിയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതായത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ സ്വർഗസ്നായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. അതായത് ദൈവം ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് മനുഷ്യൻ്റെ ദുഷ്ടത കണ്ടുകൊണ്ടാണ്, പാപം കണ്ടുകൊണ്ടാണ്. വചനം പറയുന്നു, ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം 5-6 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ, മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചവനായ സർവശക്തനായ ദൈവം പാപം ചെയ്ത മനുഷ്യനെ കണ്ടുകൊണ്ട് വേദനയോടെ പറയുകയാണ്, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരമുളക്കുകയും എല്ലായ്പ്പോഴും ദോഷമുള്ളത്ര ദൈവം കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിയതുകൊണ്ട് യഹോവയായ ദൈവം അനുതപിച്ചു, അതവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. അതായത് ദൈവം അനുതപിക്കാൻ ദുഃഖിക്കാൻ കാരണം മനുഷ്യൻ്റെ ദുഷ്ടതയാണ്. അതായത് ഒരു മനുഷ്യൻ പാപത്തിൽ നശിച്ച് നരകത്തിൽ പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം ഒരു മനുഷ്യനെക്കുറിച്ച് അവൻ്റെ നിത്യരക്ഷയാണ് ആഗ്രഹിക്കുന്നത്.
ഒരു മനുഷ്യൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുവിനെ കർത്താവും ദൈവമായി ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുക്രിസ്തു മുഖാന്തരം നിത്യജീവൻ പ്രാപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു മനുഷ്യൻ പാപത്തിൽ നശിച്ച് പാപത്തിൽ മരിച്ച് നിത്യനരകത്തിൽ വെന്തിരിയാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ഇയ്യോബിൻ്റെ പുസ്തകം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, പിന്നെ മ്ലേച്ഛതയും വഷളത്വമുള്ളമായ വെള്ളം പോലെ അകൃത്യം കുടിക്കുന്ന മനുഷ്യൻ എങ്ങനെ? ദൈവം ഒരു മനുഷ്യൻ്റെ അകൃത്യം കണ്ടുകൊണ്ട് വേദനയോടെ പറയുകയാണ്. വീണ്ടും യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ വചനം പറയുന്നു, ദൈവമായ കർത്താവ് നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, അയ്യോ പാപമുള്ളൊരു ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ച് പിന്നിലേക്ക് മാറിക്കളഞ്ഞിരിക്കുക. അതായത് പരിശുദ്ധനായ ദൈവത്തെ ഉപേക്ഷിച്ച് പാപത്തിൽ ജീവിക്കുന്ന, ദുഷ്ടതയിൽ ജീവിക്കുന്ന, നിത്യനാശത്തിന് നിത്യനരകത്തിന് അടിമയായി ജീവിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടുകൊണ്ട് സ്വർഗത്തിൽ ദൈവം വേദനിക്കുകയാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിന് നൊമ്പരമായി, വേദനയായി. അതായത് ഒരു മനുഷ്യൻ പാപത്തിൽ മരിച്ച് നിത്യനരകത്തിൽ വെന്തിരിയാൻ സ്വർഗസ്ഥനായ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. അതായത് പാപത്തിൻ്റെ ശമ്പളം മരണമായിരിക്കെ പാപിയായ മനുഷ്യൻ പാപത്തിൽ മരിച്ച് നിത്യനരകത്തിൽ വെന്തിരിയാതിരിക്കാൻ വേണ്ടി ദൈവം നമ്മുടെ പാപത്തിന് പരിഹാര ബലിയായി മാറുകയാണ്. ഇന്ന് നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. നമ്മൾ പലപ്പോഴും പലരെ കണ്ടുകൊണ്ട് പറയും, എൻ്റെ ജീവിത പങ്കാളി എൻ്റെ ജീവൻ്റെ ജീവനാണ്, എൻ്റെ മക്കളെനിക്ക് ജീവനാണ്, എൻ്റെ മാതാപിതാക്കൾ എനിക്ക് ജീവനാണ്. നമ്മൾ ജീവൻ്റെ ജീവനാണെന്ന് കരുതുന്ന ഒരു വ്യക്തി നമുക്ക് വേണ്ടി ലോകത്തിൽ മരിക്കാൻ തയ്യാറല്ല. നാം എത്രമാത്രം സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിലും ആ വ്യക്തി ഒരുപക്ഷെ നമുക്ക് വേണ്ടി മരിക്കാൻ തയ്യാറല്ല. എന്നാൽ യേശു പറയാണ്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം എന്തെന്ന് ചോദിച്ചാൽ, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അതായത് ഒരു മനുഷ്യൻ ഏറ്റവും വലിയ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഒരു മനുഷ്യന് വേണ്ടി മരിക്കുക എന്നുള്ളതാണ്. ഈ ലോകത്തിൽ ഒരു മനുഷ്യന് വേണ്ടി ഒരു മനുഷ്യൻ മരിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അവൻ്റെ ഒരു അവയവം പോലും ഒരു മനുഷ്യന് ദാനം ചെയ്യാൻ മനസ്സുണ്ടാകണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശുക്രിസ്തു തൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി, നമ്മുടെ പാപത്തിന് പരിഹാരമായി തീരുവാൻ അവൻ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകി. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് വേണ്ടി മരിക്കാൻ യേശു എൻ്റെ ആരാണ്? ഇന്ന് തിരിച്ചറിയണം, എനിക്ക് വേണ്ടി മരിച്ചത് എൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവമാണ്, എൻ്റെ സൃഷ്ടാവാണ്. ഇവിടെ വചനം പരിശോധിക്കുമ്പോൾ അവിടെ കർത്താവിന് വചനം പറയുകയാണ്, അവൻ നമുക്ക് വേണ്ടി മരിച്ചു. 1 പത്രോസ് 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നു, നാം പാപം സംബന്ധിച്ച് മരിച്ച് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി. അവൻ്റെ മുറിവിനാൽ, അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അതായത് പാപം സംബന്ധിച്ച് ഞാൻ മരിച്ച നിത്യനരകത്തിന് അടിമയായിത്തീരേണ്ടതിന് ആ നരകത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് നിത്യനരകാഗ്നിയിൽ വീണുപോകേണ്ട എന്നെ വീണ്ടെടുക്കുവാൻ വേണ്ടി നമ്മുടെ പാപങ്ങളെ അവൻ്റെ ശരീരത്തിന് മേൽ ചുമന്നു. അതിന് പറയുകയാണ്, അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്ന് കുരിശിന്മേൽ കയറി. പാപത്തിൻ്റെ ശമ്പളം മരണമായിരിക്കുകയും പാപിയായി എനിക്ക് വേണ്ടി പാപപരിഹാര ബലിയായി എൻ്റെ ദൈവം, എൻ്റെ കർത്താവ്. അതുകൊണ്ട് കർത്താവിന് വചനം പറയുകയാണ്, അവൻ നമുക്ക് വേണ്ടി മരിച്ചുവെന്ന് മാത്രമല്ല, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്, അതുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി. എന്നാൽ പാപം സംബന്ധിച്ച് മരിച്ച നമ്മെ ജീവിപ്പിക്കാൻ വേണ്ടി അവൻ മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു. അതാണ് നമ്മൾ വായിച്ച വാക്യം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിന് പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തിന് പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പത്രോസിനും തൻ്റെ ശിഷ്യന്മാർക്കും പ്രത്യക്ഷനായി. അപ്പോൾ യേശു മരിച്ചത് പാപപരിഹാരത്തിനായിട്ടാണെങ്കിൽ അവൻ ഉയർത്തെഴുന്നേറ്റത് എനിക്ക് നിത്യജീവൻ നൽകാൻ വേണ്ടിയാണ്. പ്രധാന വചനം പരിശോധിക്കുമ്പോൾ 1 കൊരിന്ത്യസ് 15-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു, ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നമ്മെ വീണ്ടെടുക്കാൻ അവൻ മരിച്ചു.
മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു. അനേകം ഇന്ന് മനുഷ്യൻ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന അനേകം വ്യക്തികളുടെ കല്ലറ അടഞ്ഞു കിടക്കുമ്പോൾ യേശുവിൻ്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുക. അവൻ മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു. പാപത്തിൻ്റെ ശമ്പളം മരണമായിരിക്കെ ആ പാപിയായ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാര ബലിയായി, മനുഷ്യൻ്റെ പാപത്തിന് പ്രായശ്ചിത്തമായി അവൻ ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. പ്രധാന വചനം പരിശോധിക്കുമ്പോൾ എഫെസ്യ ലേഖനം 1-ാം അധ്യായം 20-21 വാക്യത്തിൽ പറയുന്നു, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും ചെയ്തു. അതായത് കർത്താവായ യേശു ക്രിസ്തു അവൻ മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു. അവൻ എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വങ്ങൾക്കും ഈ ലോകത്തിൽ മാത്രം വരുവാനുള്ള വിളിക്കപ്പെടുന്ന സകല നാമത്തിനും മേലായ നാമമായി അവൻ്റെ നാമത്തെ ഉയർത്തി. എല്ലാ മുഴങ്കാലും അവൻ്റെ മുന്നിൽ മടങ്ങുവാൻ തക്കവണ്ണം യേശുവിനെ എല്ലാ നാമത്തിനും മേലായ നാമമായി ഉയർത്തപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റത് സകല വാഴ്ചകളും സകല അധികാരങ്ങളും സകല ശക്തികളും സകല കർത്തൃത്വങ്ങളും അവൻ്റെ കാൽ കീഴിലാകാൻ വേണ്ടിയാണ്. സകലത്തെയും ഭരിക്കപ്പെടുന്ന സകലത്തിൻ്റെയും സൃഷ്ടാവായ സർവശക്തനായ ദൈവമായി യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഇത് ഇന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? വിശ്വസിച്ചാൽ ഇത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് അനുഗ്രഹമാണ്. കാരണം ഒരു വ്യക്തിയുടെ പ്രത്യാശ എന്ന് പറയുന്നത് പാപത്തിൽ നിന്ന് എന്നെ വീണ്ടെടുക്കുന്ന രക്ഷിക്കുന്ന ഒരു രക്ഷകനുണ്ട്, ദൈവമുണ്ട്. അവൻ യേശുക്രിസ്തുവാണ്. കാരണം യേശു എന്ന പേരിൻ്റെ അർത്ഥം തന്നെ വചനം പറയുന്നത് ഇങ്ങനെയാണ്. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നു, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നതുകൊണ്ട് നീ അവന് യേശു എന്ന് പേർ വിളിക്കണം. യേശു ആരാണെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യനെ അവൻ്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവമാണ്. അവൻ രക്ഷിക്കുക മാത്രമല്ല, അവൻ സ്വർഗത്തിൽ എനിക്ക് വേണ്ടി ഒരു വാസസ്ഥലം ഒരുക്കി വീണ്ടും വരാമെന്ന് വാഗ്ദാനം ചെയ്ത പരിശുദ്ധനായ ദൈവമാണ്. ഇന്ന് ഈ ലോകത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട, ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടുവെന്ന് ധരിക്കുന്ന ഒരു വ്യക്തിക്ക് മരണത്തിന് ശേഷം അപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനം അത് നമുക്ക് വലിയ പ്രത്യാശ നൽകുകയാണ്. പലരും ധരിച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ തീർന്നു പോകുന്നതാണ് മനുഷ്യജീവിതം എന്നാണ്. എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം, അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും കഴിഞ്ഞാൽ മറ്റൊരു ലോകത്തിലേക്ക് പിറന്നു വീഴുന്നുണ്ട്. ഈ ലോകമാണ് ഭൗമലോകം. ഈ ഭൗമലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ ഇതുപോലെ തന്നെ മറ്റൊരു ലോകത്തിലേക്ക് പിറന്നു വീഴുന്നുണ്ട്. അതാണ് ആത്മലോകം എന്ന് പറയുന്നത്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് കാലത്തിൻ്റെ പൂർണ്ണതയിൽ ഈ ലോകത്തിലേക്ക് പിറന്നു വീഴുന്ന ഒരു ശിശുവിനെ പോലെ, ഒരു കുഞ്ഞിനെ പോലെ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതം ഈ ലോകത്തിൽ അവസാനിപ്പിച്ചുകൊണ്ട് നിത്യജീവിതത്തിലേക്ക് ജനിച്ചു വീഴുന്ന നിമിഷമാണ് ഒരു മനുഷ്യൻ്റെ മരണമെന്ന് പറയുന്നത്. എന്നാൽ മരണത്തോട് കൂടി തീരുന്നതല്ല ഈ ലോക ജീവിതം. യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു എന്നതുപോലെ തന്നെ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ട്. വചനം പറയുന്നു, കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കാഹളത്തോടും കൂടെ വാനമേഘങ്ങൾ വെളിപ്പെടുമ്പോൾ കർത്താവിൽ മൃതരായവർ, കർത്താവിൽ വാങ്ങിപ്പോയവർ അവനോടുകൂടെ പറന്നു വരും. പിന്നെ ശേഷിക്കുന്ന നാം, അതായത് ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ പ്രത്യാശയോടെ നോക്കി പാർത്തിരിക്കുന്ന നാം ഞൊടിയിടയിൽ രൂപാന്തരപ്പെട്ട് യേശുവിനോടുകൂടെ പറന്നുയരും. ഈ ഒരു വിശ്വാസം നമുക്കുണ്ടോ? ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും പാപം ചെയ്യുകയില്ല. കാരണം പരിശുദ്ധനായ ദൈവം കർത്താവായ യേശുക്രിസ്തു അവൻ വീണ്ടും വരുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ യേശുവിൻ്റെ വരവിൽ അവനോടുകൂടെ പറന്നുയരുവാൻ, കൃപ പ്രാപിക്കാൻ നാം വിശുദ്ധിയോടെ അവന് വേണ്ടി കാത്തിരിക്കണം. ഇവിടെ ഇന്ന് തിന്നും കുടിച്ചും ജീവിക്കുന്ന, ഈ ലോകത്തിൽ മാത്രം ആശ്രയം വെച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി ഈ ലോക ജീവിതം കഴിഞ്ഞാൽ നിത്യമായ നരകത്തിൽ വെന്തെരിയുമെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തുന്ന ഒരു ചരിത്ര സംഭവമാണ് ധനവാനിൻ്റെയും ലാസറിൻ്റെയും അനുഭവകഥ.
ഇതൊരു ഉപമയായി വ്യാഖ്യാനിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇത് ഉപമയല്ല, കർത്താവ് മോശയുടെ കാലത്ത് നടന്നൊരു സംഭവമായിട്ടാണ് അതിനെ പഠിപ്പിക്കുന്നത്. കാരണം അവിടെ അന്ന് ആ സംഭവത്തിൽ പറയുന്നുണ്ട്, മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മോശയുടെയും പ്രവാചകന്മാരുടെയും കാലത്ത് നടന്നൊരു സംഭവമാണ് കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുന്നത്. അവിടെ രണ്ടുപേരും മരിച്ചു. അവർ രണ്ട് വഴിയിലേക്കാണ് യാത്ര ചെയ്യുന്നത്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് കർത്താവ് വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു ജീവിതമാണ്. ധനവാനും ലാസറും എന്ന് പറയുന്ന രണ്ട് കഥാപാത്രങ്ങൾ, രണ്ട് വ്യക്തികളെ കർത്താവ് അവതരിപ്പിക്കുക. രണ്ടുപേരും മരിച്ചു, പക്ഷേ രണ്ടുപേരും രണ്ട് വഴിയിലേക്കാണ്, രണ്ട് വഴിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. എന്നാൽ അവർക്ക് പരസ്പരം കാണാൻ സാധിക്കും, പരസ്പരം സംസാരിക്കാൻ സാധിക്കും, അപേക്ഷിക്കാൻ സാധിക്കും. അതുകൊണ്ട് മരണത്തിന് ശേഷം സംസാരിക്കാൻ സാധിക്കും, കാണാൻ സാധിക്കും, വൈകാരികമായ അനുഭവം ഉണ്ടാകുമെന്ന് ഇവിടെ ധനവാന്റെയും ലാസറിൻ്റെയും അനുഭവത്തിലൂടെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. മരണത്തിന് ശേഷം ധനവാൻ യാതനാ സ്ഥലത്തും ലാസർ അബ്രാഹാമിൻ്റെ മടിയിലും ഇരിക്കുന്നതായിട്ട് യേശു ക്രിസ്തു വെളിപ്പെടുത്തുകയാണ്. ഇവിടെ യാതനാ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന ഈ ധനവാനായ മനുഷ്യൻ അബ്രാഹാമിൻ്റെ മടിയിലിരിക്കുന്ന ലാസറിനെ കണ്ട് അബ്രഹാം പിതാവിനോട് നിലവിളിക്കുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കും. അവിടെ പറയുന്നത്, ആ ലാസറിൻ്റെ വിരലിൻ്റെ അഗ്രം മുക്കി എൻ്റെ നാവിനെ തൊടുവിക്കുക. അപ്പോൾ മരണത്തിന് ശേഷം ശരീരത്തിന് നാവുള്ളതുപോലെ നാവുണ്ട്, കരമുള്ളതുപോലെ കരമുണ്ട്. ഒരു മനുഷ്യനെ ശരീരമായി കാണാൻ കഴിയുന്ന പോലെ ആത്മാവിൽ കാണാൻ സാധിക്കുമെന്നും കേൾക്കാൻ സാധിക്കുമെന്നും കർത്താവായ യേശു ക്രിസ്തു വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് വ്യക്തമായൊരു ബോധ്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങുവാനുള്ള ഒരു അവസരമാണ് ഈ ലോക ജീവിതം എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ നിത്യമായ സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുവാനുള്ള ഒരുക്കകാലമാണ് ഈ ഭൗമജീവിതത്തിലെ, ഈ ലോക ജീവിതത്തിലെ എൻ്റെ ജീവിതം. ഇപ്പോൾ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പരിശുദ്ധനായ പൗലോസ് പറഞ്ഞു, മരിക്കുന്ന എനിക്ക് ലാഭമാണ്. കാരണം നിത്യതയെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യമുണ്ടെങ്കിൽ, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് വ്യക്തമായ ബോധ്യമുള്ളവർക്ക് മരണം ഒരു ലാഭമാണ്. ഈ ലോകത്തിലാണ് സ്വർഗവും നരകവും എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും മരണത്തിന് ശേഷമുള്ള ജീവിതം അനുഗ്രഹമായി തീരുകയില്ല. അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ എനിക്കൊരു മരണമുണ്ട്. ആ മരണത്തിന് ശേഷം യേശു ക്രിസ്തുവിനൂടെ ഉയർത്തെഴുന്നേറ്റ് കർത്താവ് ഒരിക്കലും നിത്യമായ സ്വർഗരാജ്യം പ്രാപിപ്പാൻ എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യമായ വാസസ്ഥലമുണ്ട് എന്ന് ആര് വിശ്വസിക്കുന്നു, ആര് പ്രത്യാശയോടെ അതിനുവേണ്ടി കാത്തിരിക്കുന്നു, ആ വ്യക്തി ഭാഗ്യവാനാണ്. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുന്ന നാം ഓരോരുത്തരും വിശ്വസിക്കണം, കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചുവെങ്കിൽ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് എനിക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു കൊട്ടാരം, ഒരു ഭവനം ഒരുക്കി കാത്തിരിക്കുന്ന യേശു ക്രിസ്തു ഇന്നും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ആ വിശ്വാസം, ആ പ്രത്യാശ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരും. ആ വലിയ പ്രത്യാശയോടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഈ കൊച്ചു ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ, നിയമങ്ങളെ, പ്രാർത്ഥനാ വിഷയങ്ങളെ, നമ്മുടെ രോഗങ്ങളെ, ദുഃഖങ്ങളെ, ഭാരങ്ങളെ, നൊമ്പരങ്ങളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട്, ഈ ലോകത്തിൽ നമുക്ക് വേദനയുണ്ട്, കഷ്ടതയുണ്ട്, ദാരിദ്ര്യമുണ്ട്. എന്നാൽ വേദനകളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, സന്തോഷം മാത്രമായ, അതായത് ആനന്ദത്തിൻ്റെ ഒരു ജീവിതം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആ വലിയ പ്രത്യാശയോടെ എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരുക്കിയിരിക്കുന്ന ആ നിത്യമായ സ്വർഗരാജ്യം പ്രാപിക്കാൻ യേശുക്രിസ്തുവിനെ കർത്താവും ദൈവമായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ബാറക്കുമോർ, ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, അവിടെ ഞങ്ങളുടെ കർത്താവും ദൈവമാണെന്ന് വിശ്വസിക്കുവാൻ, അത് കാണാതെ വിശ്വസിക്കുവാൻ, തോമാസ് ലീഹായെ പോലെ അത് ഏറ്റുപറഞ്ഞ് വിശ്വാസം ഉറപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് വലിയ പ്രത്യാശ നൽകണം. നീ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം വിട്ട് എഴുന്നള്ളി വന്ന സത്യദൈവമാണ്. നീ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പാപത്തിന് വേണ്ടി പരിഹാര ബലിയായ ദൈവമാണ്. നീ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ രോഗങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും നൊമ്പരങ്ങളും ഏറ്റെടുത്ത ദൈവമാണ്. നീ ഞങ്ങൾക്ക് വേണ്ടി മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഇത് ഞങ്ങൾക്ക് വിശ്വസിക്കുവാൻ, ആ വിശ്വാസം ഏറ്റുപറഞ്ഞ് പ്രത്യാശയോടെ നിത്യജീവന് വേണ്ടി ഒരുക്കമുള്ളൊരു ജീവൻ നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം.
കർത്താവ് വചനം കേൾക്കുന്ന എല്ലാവരും നിൻ്റെ തിരുമുറിൽ സമർപ്പിക്കുന്നു. രോഗങ്ങളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, വേദനയില്ലാത്ത, കണ്ണുനീരില്ലാത്ത ആനന്ദത്തിൻ്റെ ആ സന്തോഷത്തിൻ്റെ അനുഭവത്തിൽ ഞങ്ങൾക്ക് പ്രത്യാശയോടെ ജീവിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണം. കർത്താവ് അവിടുന്ന് ദൈവമായി രക്ഷകനായ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് വന്ന് വസിക്കണം. ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെയും ആവശ്യങ്ങളെ ഞങ്ങളുടെ പ്രാർത്ഥന വിഷയം നിൻ്റെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. രോഗികൾക്ക് സൗഖ്യം നൽകണം, ബന്ധിതരെ വിടുവിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പൈശാചിക ബന്ധനങ്ങൾ വിട്ടുമാറിപ്പോകണം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അവിടുന്ന് കർത്താവ് ദൈവമായി ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് വസിക്കണം. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, യേശുവിനെ കർത്താവും ദൈവവുമായി ലോകത്തിന് നൽകിയ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവിനെ പ്രതി രക്തസാക്ഷികളായ സകല രക്തസാക്ഷികളുമേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. എല്ലാ മഹത്വവും പിതാവിടുന്ന് മാത്രം എടുക്കണം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമീൻ.